പത്തനംതിട്ട പീഡന കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. പമ്പയിൽ നിന്നാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, കേരളം കണ്ടിട്ടുള്ള പീഡന കേസുകളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നടന്ന പല പീഡന കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും പ്രതികൾ അറസ്റ്റിലാകുന്ന, കസ്റ്റഡിയിലാകുന്ന ഒരു കേസ് ഏറെ നാളിന് ശേഷമായിരിക്കും ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയിരിക്കുന്നു. എങ്ങനെയാണ് ഈ 3 പേർ കൂടി പുതുതായി കസ്റ്റഡിയിലായിരിക്കുന്നത്? പമ്പയിൽ നിന്നാണ് എന്ന് വിവരം ലഭിക്കുന്നു. എന്തായിരുന്നു ആ അറസ്റ്റിലേക്ക് നയിച്ച അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ നയിച്ച സാഹചര്യം? ഡി ബിനോയ് അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും. കേരളം കണ്ട ഏറ്റവും വലിയൊരു പീഡന കേസ് അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു കേസാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിതുര കേസാകട്ടെ, സൂര്യനെല്ലി കേസാകട്ടെ, അതിനുശേഷം ഇത്തരത്തിലൊരു കേസ് ഏറെ നാളിന് ശേഷമാണ് കേരളത്തിൽ വരുന്നത്. ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി. ബിനോയ്, 20 പേരായിരിക്കുന്നു അറസ്റ്റിലായവരുടെ എണ്ണം, അല്ലെങ്കിൽ 20 പേരെ ഇതുവരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേർ കൂടിയാണ് പുതുതായി കസ്റ്റഡിയിലായിരിക്കുന്നത്. പമ്പയിൽ നിന്നാണ്. എങ്ങനെയാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം? നിലവിൽ ഇപ്പോഴും അന്വേഷണം വലിയ തോതിൽ പുരോഗമിച്ചു വരികയാണ്. പരാതി കിട്ടി 2 ദിവസത്തിനുള്ളിൽ തന്നെ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞത് പോലീസിന് ഏറ്റവും വലിയ വിജയമായി കരുതുന്നുണ്ട്. ഇന്നലെ 3 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. 3 പേരും പമ്പയിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിന്നവരാണ്. ഇതുവരെ അറസ്റ്റിലായ 20 പേരിൽ 3 മത്സ്യ വിപണന തൊഴിലാളികളും 3 ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നു. ഏകദേശം പ്രായം വെച്ച് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈനർ ഉൾപ്പെടെ 30 വയസ്സ് പ്രായം ഉള്ളവർ വരെയാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളവര്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ആദ്യം അറസ്റ്റിലാവുന്ന പെൺകുട്ടിയുമായി സൗഹൃദം നടിച്ച് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ച സുബിൻ എന്ന യുവാവാണ്. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയും കൂടുതൽ അറസ്റ്റിലേക്ക് എത്തുകയും ചെയ്തത്. ഒപ്പം ഈ പെൺകുട്ടിയെ ലൈംഗികപരമായി ചൂഷണം ചെയ്ത ആളുകളെ കുറിച്ച് വിവരങ്ങൾ പെൺകുട്ടിയെ കൃത്യമായും ഡയറി കുറിപ്പുകളിലൂടെ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് കൂടുതൽ സഹായകരമായ മറ്റൊരു കാര്യം. എന്തായാലും അറസ്റ്റുകൾ കൂടുതലുണ്ടാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം പേരെ ഒരു ലൈംഗിക ചൂഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 45-ലധികം പേരെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയുമാണ്. കൂടുതൽ തെളിവുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഓരോരുത്തരെയും വീണ്ടും കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അതേസമയം മാനസികമായി ചെറിയ പ്രശ്നങ്ങളുള്ള പെൺകുട്ടിയെ ഒരു പ്രത്യേക സംഘത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിക്ക് നൽകും. ഒപ്പം ആ പെൺകുട്ടിക്ക് നിന്നും ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടില്ല. അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗൃഹസന്ദർശന പരിപാടിയിലാണ് പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്താൻ തയ്യാറാവുകയും അവർ പെട്ടെന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ 6 പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിന് പരിധിയിൽപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നുള്ള വിവരവും ലഭ്യമാകുന്നു. അതേസമയം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആരെയും ഇതുവരെയായും സംശയത്തിന്റെ നിഴലിലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ല. കുറ്റകൃത്യങ്ങൾ നടന്ന ദിവസങ്ങൾ, ഒരു ദിവസം 2 മുതൽ 7 പ്രാവശ്യം വരെ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയമായെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ഒരു വ്യക്തത ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഒപ്പം ഇതുവരെ 6 കേസുകളിലായി FIR നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരവുമുണ്ട്. നിലവിൽ പത്തനംതിട്ട ഡിവൈഎസ്പിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് 3 സംഘങ്ങൾ കൂടിയുണ്ട്. അത് SP ചുമതലപ്പെടുത്തിയ പ്രത്യേക സംഘങ്ങളാണ്. അതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് എന്നുള്ള വിവരവും ലഭ്യമാണ്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടാത്തത് ഈ കേസിൽ അല്ലെങ്കിൽ പെൺകുട്ടിയെ ചൂഷണം ചെയ്ത ചില ആളുകൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തത്. ചില ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നതായും ഒരു വിവരമുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്നതായും വിവരങ്ങളുണ്ട്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് പെൺകുട്ടി 13 വയസ്സ് മുതൽ തന്നെ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിരുന്നു എന്നുള്ള വിവരവും നമുക്കിപ്പോൾ ലഭ്യമാകുന്നു.